66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്ന സമയം കൊടുമുടിയോളം വീതിയുള്ള ഒരു ഭീമൻ ചിഹ്നഗ്രഹം ഇന്നത്തെ മെക്സിക്കോയിൽ മണിക്കൂറിൽ 70,000 കിലോമീറ്റർ വേഗതയിൽ ഇടിച്ചു. ആ ആഘാതം ഒരു അണുബോംബിനേക്കാൾ 1 ബില്യൺ മടങ്ങ് ശക്തമായിരുന്നു. 150 കിലോമീറ്ററിലധികം വീതിയുള്ള ഒരു ഗർത്തം സൃഷ്ടിച്ചു. ഷോക്ക് വേവ് വനങ്ങളെ നിരപ്പാക്കുകയും ഭൂഖണ്ഡങ്ങളിൽ പടർന്ന കാട്ടുതീ അമ്പരചുംബികളായ കെട്ടിടങ്ങളെക്കാൾ ഉയരമുള്ള സുനാമികൾ തീരപ്രദേശങ്ങളിൽ പതിക്കുകയും ചെയ്തു. ഏറ്റവും മോശം അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. കോടിക്കണക്കിന് ടൺ പൊടിയും അവശിഷ്ടങ്ങളും വർഷങ്ങളോളം സൂര്യനെ തടഞ്ഞു. ഭൂമിയെ തണുത്തുറഞ്ഞ ശൈത്യകാലത്തേക്ക് തള്ളിവിട്ടു. സസ്യങ്ങൾ നശിച്ചു, ഭക്ഷ്യശൃംഖലകൾ തകർന്നു. ആസിഡ് മഴ സമുദ്രങ്ങളെ വിഷലിപ്തമാക്കി. അതേസമയം ഇന്ത്യയിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വിഷവാതകങ്ങൾ പുറന്തള്ളുകയും ദുരന്തത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. 1000 വർഷങ്ങൾക്കുള്ളിൽ ദിനോസറുകൾ ഉൾപ്പെടെ എല്ലാ ജീവിവർഗങ്ങളുടെയും 75% അപ്രത്യക്ഷമായി. പക്ഷേ അവയുടെ പാരമ്പര്യം തുടർന്നു. ചില ചെറിയ തൂവലുകളുള്ള ദിനോസറുകൾ അതിജീവിച്ചു, ഇന്ന് നാം കാണുന്ന പക്ഷികളായി പരിണമിച്ചു.